ദേശീയപാത വികസനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യാത്രാഗതാഗത മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റത്തിനാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. സർ, എൻ്റെ ചോദ്യം, ദേശീയപാത 66-ൻ്റെ വികസനത്തിന് നമ്മുടെ ഗവൺമെൻറ് കേന്ദ്രത്തിന് ഇതുവരെ എത്ര തുക നൽകിയിട്ടുണ്ട്? മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ ഇങ്ങനെ പണം നൽകാൻ തയ്യാറായിട്ടുണ്ടോ? സർ, ദേശീയപാത വികസനം NH66 ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ഒരു ചിരകാല സ്വപ്നമാണ്. ലോകത്തെവിടെയുള്ള മലയാളി. സർ, ഈ പദ്ധതി യഥാർത്ഥത്തിൽ മരണപ്പെട്ടൊരു പദ്ധതിയായിരുന്നു. സർ, 2014 ഏപ്രിൽ മാസം 14 നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തൊട്ട് തലേ ദിവസം ഈ പദ്ധതിക്ക് ചരമഗീതം പാടിയതാണ്. എന്നാൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. LDF പ്രകടന പത്രികയിൽ ഈ പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി. സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് ഏത് പ്രതിസന്ധിയും തട്ടിമാറ്റി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മുന്നണിയും സർക്കാരുമാണ് LDF സർക്കാരും എന്നുള്ളത് നമുക്കറിയാം. സാർ, അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായി ഒരു തവണയല്ല, ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഒരു തവണയല്ല 5ലധികം തവണ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ ഭാഗമായി ഒരു കാര്യം തീരുമാനമായി: കേന്ദ്ര സർക്കാർ ഇനി കൂടുതൽ പണം തരാൻ തയ്യാറല്ല എന്നുള്ളത്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ ഈ പദ്ധതിക്ക് പണം കണ്ടെത്തുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്താൻ നിശ്ചയിച്ചത്. 100, 200, 500, 1000 കോടിയല്ല സർ, 5580 കോടി രൂപ ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു. കിഫ്ബി പദ്ധതിയാണ്, കിഫ്ബി ഫണ്ടാണ്. കിഫ്ബി ഫണ്ട് കടപരിധിയിൽപ്പെടുത്തി മുന്നോട്ട് പോകുന്നൊരു സ്ഥിതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ, ഏറെക്കുറെ 12,000 കോടി രൂപ ചെലവഴിച്ചതിന് തുല്യമായി മാറിയിട്ടുണ്ട് സർ. NH66 മറ്റ് 4 സ്റ്റേറ്റുകളിലൂടെയും പോകുന്നുണ്ട്. ആ സ്റ്റേറ്റുകളൊന്നും തന്നെ സ്റ്റേറ്റിൻ്റെ ഫണ്ട് NH66-ൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് സന്തോഷിക്കാം. ഇതിനെ എതിർക്കുന്ന ആരും ഒരു തരത്തിലും ഈ നാട് ആഗ്രഹിക്കുന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യം ആകാൻ വേണ്ടി നാട് ആഗ്രഹിക്കുമ്പോൾ അതിനോടൊപ്പമല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എല്ലാവരും ഒരുപോലെ പിന്തുണക്കേണ്ടതാണ്. ഇതിനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിയായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ, അതൊരു രാഷ്ട്രീയ ആത്മഹത്യ ആയിരിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. 2025 ഡിസംബറിൽ ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 45 മീറ്റർ 6 വരി യാഥാർത്ഥ്യമാക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സാർ, ദേശീയപാത 66 കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ മറ്റേതെല്ലാം ദേശീയപാതകൾക്കാണ് നാം സാമ്പത്തികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വിശദമാക്കാം. സർ, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എന്നീ പദ്ധതികൾക്ക് മാത്രമായി 2370 കോടി 59 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് കേരള സർക്കാർ വഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എറണാകുളം ബൈപ്പാസ് NH544, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് NH744 എന്നീ 2 പാതാ നിർമ്മാണങ്ങൾക്കായി 741 കോടി 35 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണുള്ളത്. ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനായി 1629 കോടി 24 ലക്ഷം രൂപയുടെ പാക്കേജ്, ഭൂമി ഏറ്റെടുക്കലിൻ്റെ 50% തുകയായ 930 കോടി 41 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കുകയാണ് സർ. ഈ തുക കിഫ്ബിയിൽ നിന്നും അനുവദിക്കും. സർവീസ് റോഡ് നിർമ്മാണത്തിന് 477 കോടി 33 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ഈ തുക സംസ്ഥാനം 5 വർഷത്തിനകം നൽകും. ചരക്ക് സേവന നികുതി ഇനത്തിൽ 210 കോടി 63 ലക്ഷം രൂപയും റോയൽറ്റി ഇനത്തിൽ 10 കോടി 87 ലക്ഷം രൂപയും ഒഴിവാക്കി സംസ്ഥാനം അധിക ബാധ്യത വഹിക്കുവാനും തീരുമാനിച്ചു. ഇതോടൊപ്പം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് പാതയുടെ ഭൂമി ഏറ്റെടുക്കലും പുരോഗമിക്കുകയാണ്. പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് നമുക്കറിയാം സാർ, ഇപ്പോൾ 4 മണിക്കൂറോളം സമയം എടുക്കുന്നത് 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതി ഉണ്ടാകും. NH766 ദീർഘകാലത്തെ സ്വപ്ന പദ്ധതിയാണ്. കോഴിക്കോട് മുതൽ മുത്തങ്ങ വരെ. NH185 അടിമാലി
കുമളി, NH 183 മുണ്ടക്കയം കുമളി എന്നീ പാതകളുടെ നവീകരണം സാധ്യമാക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവുമായി ചർച്ചകൾ തുടരുകയാണ്. പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ KP കുഞ്ഞമ്മദ് മാസ്റ്റർ. സർ, ദേശീയപാത 66 സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എന്തൊക്കെ നടപടികളാണ് പൊതുമരാമത്ത് വകുപ്പും സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ദേശീയപാത പ്രവൃത്തികളിൽ ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചാലും ചെലവഴിച്ചില്ലെങ്കിലും സംസ്ഥാന സർക്കാരിന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ വലിയ റോളുണ്ട്. ഇപ്പോൾ ദേശീയപാതയുടെ ഭാഗമായി പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ അത് കേന്ദ്ര വനം വകുപ്പല്ല, സംസ്ഥാന വനം വകുപ്പാണ് അതിൽ ഇടപെടുക. വനം വകുപ്പ് മന്ത്രിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. വൈദ്യുതി ലൈൻ മാറ്റണമെങ്കിൽ അത് സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പാണ് ഇടപെടേണ്ടത്. പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിൽ ഇടപെടുന്നത്. ഭൂമി ഏറ്റെടുക്കൽ, NH 66 മാതൃകാപരമായി ഭൂമി ഏറ്റെടുക്കൽ നടന്നു, അത് സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് ഇടപെടേണ്ടത്. മെറ്റീരിയലുകളുടെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സാർ, അത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പാണ് ഇടപെടുന്നത്. ഇതിനൊക്കെ ഒരു പ്രോപ്പർ കോർഡിനേഷൻ വേണമെന്നുള്ളതാണ് പ്രത്യേകത. NH 66 ഉൾപ്പെടെ ദേശീയപാത വികസനത്തിൻ്റെ പ്രോപ്പർ കോർഡിനേഷനിൽ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമുണ്ടെന്ന് ഹിന്ദു പത്രം ചൂണ്ടിക്കാട്ടി സാർ. ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ്. ആ സംസ്ഥാനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഇടയ്ക്കിടെ യോഗം ചേരുന്നു സാർ. എല്ലാ 2 മാസത്തിലൊരിക്കലും മുഖ്യമന്ത്രി തന്നെ ഇതിൽ യോഗം നടത്തുന്നു. പൊതുമരാമത്ത് വകുപ്പ് എന്നുള്ള നിലയിൽ എല്ലാ 2 ആഴ്ചയിലും ഇതിലേതെങ്കിലും ഒരു സ്ട്രെച്ചിൻ്റെ യോഗം നടത്തുന്നു സാർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവിടെ ഇരിക്കുന്ന ഭരണകക്ഷി ബെഞ്ചിലുള്ളവരും പ്രതിപക്ഷ ബെഞ്ചിലുള്ളവരും നിരവധി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാൽനട ജാഥയിലും വാഹനജാഥയിലും പങ്കെടുത്താണ് സാർ. ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ NH 66 യാഥാർത്ഥ്യമാക്കാൻ ഓരോ ഫീൽഡിലും പോകാൻ നിരവധി തവണ സഞ്ചരിച്ചിട്ടുണ്ട്. ഫീൽഡിൽ പോയിട്ടുണ്ട്, MLA മാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെയുണ്ട്, ഉപനേതാവുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട ആളുകളുണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ മണ്ഡലങ്ങളിലൂടെ ഇത് പോകുന്നിടത്തൊക്കെ തന്നെ പോസിറ്റീവായി പോയിട്ടുണ്ട് സാർ. മറ്റ് ചില ന്യായമായ പ്രശ്നങ്ങൾ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമുണ്ട് സാർ, വളരെ ന്യായമായ പ്രശ്നം. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ആത്മാർത്ഥമായി തന്നെ ഇടപെട്ട് പോകുന്നുണ്ട്. അത് തുടരാം. ആ നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ശ്രീമതി ദലീമ. സർ, അരൂർ തുറവൂർ ഫ്ലൈ ഓവർ പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗതം തിരിച്ചുവിട്ടിരുന്ന PWD റോഡുകൾ പലതും തകർന്നു കിടക്കുന്നുണ്ട്. അത് ഓവർലേ ചെയ്യുന്നതിന് വേണ്ടി ദേശീയപാത അതോറിറ്റി ഫണ്ട് അനുവദിക്കണമെന്ന് നേരത്തെ തീരുമാനിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് അതിന് മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നു. ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രവൃത്തി എപ്പോൾ തുടങ്ങാനാവും? സാർ, ഇത് ബഹുമാനപ്പെട്ട MLA ഇത് വളരെ മുമ്പ് തന്നെ കാര്യങ്ങൾ ഇടപെടുകയും ശ്രദ്ധപ്പെടുത്തുകയും ചെയ്തതാണ്. ഇതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയുമായി തുടർച്ചയായി ഇടപെട്ടിട്ടുണ്ട്. 8.5 കോടി 8,50,00,000 രൂപ അവിടുത്തെ 2 റോഡുകൾ റീടാർ ചെയ്യാനായി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇവിടെ അറിയിക്കുകയാണ്. തുറവൂർ കുമ്പളങ്ങി, തുറവൂർ മാക്കേക്കടവ് ഈ 2 റോഡുകൾക്കാണ് 8,50,00,000 രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ മുരളി പെരുന്നല്ലി. സർ, NS പ്രവൃത്തിയുടെ ഭാഗമായി മഴക്കാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ധാരാളമാണ്. മലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളി പഞ്ചായത്തിലെ 5 വാർഡുകളിൽ കൂടിയാണ് NS 66 കടന്നു പോകുന്നത്. അവിടെ ഉപ്പ് പടന്ന ഭാഗം 80 കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. സർവീസ് റോഡില്ലാത്തതിൻ്റെ പ്രശ്നം. വെള്ളപ്പൊക്കം മുട്ടിക്കായൽ കൂടി ഒഴുകിപ്പോയിരുന്ന ആ തോടുകളിൽ എല്ലാം തീർത്തുകൊണ്ടാണ് ഇത് കടന്നു പോകുന്നതെന്നുള്ളതുകൊണ്ട് വെള്ളപ്പൊക്കം ഒരു നിരന്തര പ്രശ്നമായിട്ട് മാറുകയാണ്. വാടാനപ്പള്ളി ഈ പ്രദേശം അങ്ങ് സന്ദർശിച്ച സമയം ഒരു നിവേദനം അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം നടന്ന യോഗത്തിൽ ഇത് പ്രത്യേകം ചർച്ച ചെയ്തിരുന്നു സാർ. അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ തന്നെ ചുമതലപ്പെടുത്തി ഈ വിഷയം ഇടപെട്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് പരിശോധിക്കാം സാർ. ശ്രീമതി KK രമ. സർ, NH 66 പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സർവീസ് റോഡുകൾ ചെറുതായതും പഞ്ചായത്ത് റോഡുകളിൽ നിന്ന് ആക്സസ് ഇല്ലാത്തതിൻ്റെയൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സാർ. സാർ, എൻ്റെ മണ്ഡലത്തിൽ മുക്കാളി മടപ്പള്ളി ഭാഗങ്ങളിൽ കഴിഞ്ഞ മഴക്കാലത്ത് സോയിൽ നെയിൽ ചെയ്ത ഭാഗം ഇടിഞ്ഞു വീണിരുന്നു. അത് ഇപ്പോഴും അതേ നിലയിൽ തുടരുകയാണ്. ഇത് പുനഃസ്ഥാപിച്ചിട്ടില്ല. അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള വീടുകളിൽ 5 കുടുംബങ്ങൾ വാടക വീട്ടിലാണ്. അവരുടെ ഭൂമി ഏറ്റെടുക്കണമെന്നും വീട് ഏറ്റെടുക്കണമെന്നുള്ളത് ഞാനിവിടെ സബ്മിഷനായിട്ടും മന്ത്രിയുടെ അടുത്തും ഒക്കെ പറഞ്ഞതാണ്. ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ആ കുടുംബങ്ങളും ദുരിതത്തിലാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായൊരു നടപടി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. സാർ, NH 66 പ്രവൃത്തിയുടെ ഭാഗമായി പല സ്ഥലത്തു നിന്നും ന്യായമായ ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സാർ. ബഹുമാനപ്പെട്ട MLA മാർ
പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടെ സബ്മിഷൻ കൊണ്ടുവന്നു, ഉപനേതാവ് ശ്രദ്ധപ്പെടുത്തി, ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലുള്ളവർ MLA-മാരൊക്കെ തന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് സാർ. ചിലത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു. ഈ പറയുന്ന വടകര അംഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയ വടകര നിയോജക മണ്ഡലത്തിലെ തന്നെ ചില പ്രശ്നങ്ങൾ അങ്ങനെ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വിഷയത്തിലും പ്രത്യേകം ഇടപെട്ടിട്ടുണ്ട്. അത് മറ്റ് കാര്യങ്ങൾ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് പരിശോധിക്കാമെന്നുള്ളത് സഭയെ അറിയിക്കുക. ശ്രീ അനൂപ് ജേക്കബ്, പെട്ടെന്ന് സമയം. മധുര കൊച്ചി ദേശീയപാത 85 തിരുവാങ്കുളം മറ്റക്കുഴിയിൽ നിന്ന് ആരംഭിക്കുന്ന തൃപ്പൂണിത്തറ ബൈപ്പാസാണ് സാർ. ഇത് 30 വർഷം മുമ്പ് ഇവിടെ മാർക്ക് ചെയ്ത് പോയതാണ്. പക്ഷേ ഈ മാർക്ക് ചെയ്ത ഭൂമി ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല നാഷണൽ ഹൈവേ. അത് കാരണം ഇവിടുത്തെ ഭൂവുടമകൾ വലിയ പ്രതിസന്ധി നേരിടുന്നു. അവിടെ ക്രയവിക്രയം നടക്കുന്നില്ല, കെട്ടിടം പണിയാൻ ഒന്നും കഴിയുന്നില്ല. ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും അനവധി റെപ്രസെൻറ്റേഷൻസ് വന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന നിലയിൽ ഉപരിതല വകുപ്പ് ഇതിന് വേണ്ടിയുള്ള തുക ലഭ്യമാക്കണമെന്നാണ്. അതേസമയത്ത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ തുക വിനിയോഗിക്കണമെന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇത് ആരും ഓൺ ചെയ്യുന്നില്ല എന്നതാണ്. ആ പ്രദേശത്തെ ഭൂമി ഏറ്റെടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഈ പ്രദേശത്തെ NH-85 30 വർഷം മുമ്പ് മാർക്ക് ചെയ്തിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവുമോ എന്നുള്ളതാണ്. സാർ, ഈ കാര്യം ഇന്നലെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സാർ. സമയാവുന്നതുകൊണ്ടാണ്, ആൻസർ വേണ്ടതുകൊണ്ടാണ്. ലുക്ക് എല്ലാം ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അതിന് ആൻസർ വേണ്ടതുകൊണ്ടാണ്. 10 മണിയായി. പ്ലീസ് അങ്ങ് പറഞ്ഞോ. യെസ്, പറയാ. അങ്ങ് പറഞ്ഞ് ആൻസർ ചെയ്തോ. പ്ലീസ് ഞാൻ പറയാം. അങ്ങ് ആൻസർ ചെയ്തോ മിനിസ്റ്റർ. യെസ് അല്ലേ? ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞോട്ടെ, കംപ്ലീറ്റ് എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. ചെയർ പിന്നെ ക്ലിയർ ചെയ്യാം. യെസ്, അങ്ങ് പറഞ്ഞോ മിനിസ്റ്ററെ. ചെയർ 10 മണി കഴിഞ്ഞു. ഇന്നലെ ഈ വിഷയത്തിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നത് ഒരു കാര്യമില്ലാതെ ഇറങ്ങിപ്പോയോണ്ട് കേൾക്കാത്ത പ്രശ്നമാണ്. അതൊന്ന് പരിശോധിച്ച്